ശ്രീ സിയാർ നീലകണ്ഠൻ, ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം എന്ന് പറയുന്നത് KSEB അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നം. ഈ ലോങ് ടൈം പവർ പർച്ചേസുമായി ബന്ധപ്പെട്ട കരാർ ക്യാൻസൽ ചെയ്തതിനെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടല്ല. ശ്രീ ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിച്ച 2024 ജാനുവരി മാസത്തിലെ സർക്കുലറിൽ നിർദ്ദേശത്തിൽ കൃത്യമായി ബോർഡ് തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെ തുടർന്ന് ജോലികൾ, അതായത് ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്ത ജോലികൾ ഡെഫർ ചെയ്യണം എന്നുള്ള ആവശ്യമുണ്ട്. 2024-25 പദ്ധതികൾ തന്നെ അത് ഒന്നുകൂടി പ്ലാൻ ചെയ്യേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് സ്ക്രൂട്ടനൈസ് ചെയ്യേണ്ടതുണ്ട്, അത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് KSEBയുടെ വൈദ്യുതി വകുപ്പിന്റെ കാര്യക്ഷമമല്ലാത്ത ഇടപെടലുകൾക്ക്, ദീർഘദൃഷ്ടി ഇല്ലായ്മയ്ക്ക് ജനം വില കൊടുക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണോ? തീർച്ചയായിട്ടും ഞാനത് തുടക്കത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അത്ര അപ്രസക്തമാണെന്ന് തോന്നുന്ന ഒരു ഡാറ്റയാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൽ അനാവശ്യമായി തുടങ്ങിയ പദ്ധതികൾ, പകുതിക്കുപേക്ഷിച്ച പദ്ധതികൾ, കേരളത്തിൽ ഫലപ്രദമല്ലാതെ പ്രവർത്തിക്കുന്ന പദ്ധതികൾ, ഇതിനൊക്കെ വലിയ ലോണുകൾ, അതിന്റെ തിരിച്ചടവ്, അതിന്റെ ഭാരം, സാമ്പത്തിക ഭാരം, പിന്നെ പിരിഞ്ഞു കിട്ടാനുള്ള മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വൈദ്യുതിക്ക് പിരിഞ്ഞു കിട്ടാനുള്ള പൈസ, ഇങ്ങനെ പിന്നെ കെടുകാര്യസ്ഥത, അഴിമതിയൊന്നും ഞാനിപ്പോ അങ്ങനെ പറയുന്നില്ല. TND ലോസസ് വളരെ കുറച്ചിട്ടുണ്ട്, കേരളം ഉണ്ട്. ഞാൻ ഒരു ലളിതമായ കാര്യം ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും കുറച്ച് ദൂരമാണ് യഥാർത്ഥത്തിൽ ട്രാൻസ്മിഷൻ ഉള്ളത്. കേരളത്തിന്റെ എത്രയോ ഇരട്ടിയാണ് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ. കേരളത്തിനേക്കാൾ എത്രയോ കൂടുതൽ ജങ്കാണ് ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ. ഞാൻ തുടക്കത്തിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ ചാർജ് ഇവിടങ്ങളിൽ ഉള്ളതിനേക്കാൾ വളരെ കൂടിയിരിക്കുന്നു എന്ന ചോദ്യമുണ്ട്. പൊതുവെ പറയാറുണ്ട് ജലവൈദ്യുതി കുറഞ്ഞുകൊണ്ട് ഡൽഹിയിൽ ഒരു ജലവൈദ്യുതി ഇല്ല. കേരളത്തിലുള്ളതിന്റെ 10 ജലവൈദ്യുതി പോലും തമിഴ്നാട്ടിലില്ല. എന്നിട്ടും അവരുടെ വൈദ്യുതി ചാർജ് കുറഞ്ഞിരിക്കും. ഞാനൊരു സാധാരണ ഉപഭോക്താവാണ്. കോയമ്പത്തൂർ അങ്ങോട്ട് കടന്നാൽ, വാളയാർ കടന്നാൽ എനിക്ക് ചാർജ് കുറവും, ഇവിടെ ചാർജ് കൂടുതലും എന്ന് പറയുമ്പോൾ അവിടെയാണ് ജനങ്ങളുടെ പ്രശ്നം. എന്നിട്ടാണ് ഈ ചാർജ് ഇതൊക്കെ കൊടുത്ത്, അധികം ചാർജ് കൊടുക്കാൻ ഗതിയില്ലെങ്കിലും കൊടുക്കും, കാരണം ഇതൊന്ന് കട്ട് ചെയ്യും. എന്നിട്ടും ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും ഇല്ല. കാരണം ഇത് ജനങ്ങൾ എന്തായാലും നിർബന്ധിതമാണല്ലോ, ജനങ്ങൾ പൈസ കൊടുക്കാൻ നിർബന്ധിതമാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. മിസ്മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ, ഇപ്പൊ ഈ ഒരു ബോർഡിന്റെ മാത്രമൊന്നുമല്ല ഞാൻ പറയുന്നത്, ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എല്ലാ കാലത്തും അത് ഒരു തരത്തിലെങ്കിൽ ഒരു തരത്തിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അത് ക്യുമുലേറ്റീവ് ആണ്, കൂടി വൈദ്യുതി പ്രതിസന്ധി, കാലാവസ്ഥാ മാറ്റം, ഇതെല്ലാം വന്നു. ലോകത്തെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിലും അതുപോലെ വലിയ സംവിധാനങ്ങളിൽ പലയിടത്തും ക്ലൈമറ്റ് ചേഞ്ചും ലോഡ് ഡെസ്പാച്ചും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇവിടെ ഇന്ത്യയിലാണ് ചൂടൊരു പ്രശ്നം, മറ്റു പല സ്ഥലങ്ങളിൽ തണുപ്പാണ്. അവിടെ തണുപ്പ് കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ ഫീഡർ ഇത് കൂട്ടിക്കൊടുക്കുക, അങ്ങനെ കുറെ സംവിധാനങ്ങളുണ്ട്. ഇന്ന പ്രദേശത്ത് കൂടുതൽ വേണ്ടിവരും, ഇന്ന പ്രദേശത്ത് കുറവ് മതിയാവും എന്നൊക്കെ. നമുക്ക് വളരെ ഹൈലി കമ്പ്യൂട്ടറൈസ്ഡ് ആയ ഒരു ലോഡ് ഡെസ്പാച്ച് സെന്റർ ഉണ്ട്. അത് ഉപയോഗിക്കുന്നില്ല. ഇതിനൊന്നും വേണ്ടി ഉപയോഗിക്കുന്നില്ല. ആകെ ഒരു ഡാറ്റ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. പ്ലാനിങ്ങിന് വേണ്ടി ഇത് ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ പറയുന്നു, പ്ലാനിങ് മിസ്മാനേജ്മെന്റ് വരുന്ന അതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ സയന്റിഫിക് ആയ പ്ലാനിങ് വേണം. പക്ഷെ അതിൽ കക്ഷി രാഷ്ട്രീയം വരാൻ പാടില്ല. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഗവൺമെന്റ് ഉണ്ടാക്കിയ കരാറാണ്, അതുകൊണ്ട് റദ്ദാക്കുന്നു പറയാ. അത്തരം കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങളുമായി സംവാദം നടത്തണം. അതങ്ങനെയല്ല, അതങ്ങനെ ഒരു സംവാദമൊന്നുമില്ല. സംവാദം എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ കാലാവസ്ഥാ മാറ്റം തന്നെ പറഞ്ഞാൽ തല്ലാൻ വന്നിട്ടുള്ളവരുണ്ട്. അത് ഇപ്പോഴാണല്ലോ ആളുകൾക്ക് കാലാവസ്ഥാ മാറ്റം മനസ്സിലായത്. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മുടെ അർബൻ പ്ലാനിങ്ങിൽ എന്ത് ചെയ്യണം എന്ന് പറയാൻ കഴിയണം. അദ്ദേഹം പറഞ്ഞില്ലേ, ഒരു പ്രദേശത്തേക്ക് ലോഡ് കൂടുതലാണ്. ഒരു പ്രദേശത്തേക്ക് ലോഡ് കൂടുതലാവുന്നത് എന്തുകൊണ്ടാണ്? ആ പ്രദേശത്തെ ആവാസ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്. അത് പെട്ടെന്നൊരു ദിവസം കൂടിയതാണോ, AC വന്നതുകൊണ്ട് മാത്രം കൂടിയതാണോ, അവിടെ സാങ്കേതികമായ തകരാറുണ്ടോ, വേണ്ട രീതിയിലുള്ള മെയിന്റനൻസ് നടത്താൻ നമ്മൾ ശ്രമിക്കാതിരുന്നതാണോ, അതിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ, അതിന് രാഷ്ട്രീയമുണ്ടോ, ജനങ്ങളെ വ്യക്തമാക്കുന്ന ഒരു സർക്കുലറാണ്. നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഞാൻ അങ്ങോട്ട് ചോദ്യമായി ഉന്നയിക്കുകയും ചെയ്തു.